ലോകഭൂപടത്തിൽ തീവ്രവാദികളുടെ ഏറ്റവും സുരക്ഷിതമായ സങ്കേതമായി കാലങ്ങളായി അറിയപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നിരവധിയായ ഭീകര സംഘടനകൾക്ക് അവിടെ സ്വതന്ത്രമായി വിഹരിക്കാനും തങ്ങളുടെ ആസൂത്രണങ്ങൾ നടപ്പിലാക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ സുരക്ഷിതത്വം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇന്ത്യ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊടും ഭീകരർ ഒന്നൊന്നായി പാകിസ്ഥാൻ മണ്ണിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതും യാതൊരുവിധ ഔദ്യോഗിക സൈനിക ഇടപെടലുകളിലൂടെയുമല്ല, മറിച്ച് അജ്ഞാതരായ തോക്കുധാരികളിലൂടെയാണ് ഈ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങി പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക സംഘടനകൾക്കും തങ്ങളുടെ പ്രമുഖ നേതാക്കളെ ഈ രീതിയിൽ ഇതിനകം നഷ്ടമായി കഴിഞ്ഞു. ആരും അറിയാതെ എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും പിടികിട്ടാത്ത ഈ അജ്ഞാതർ ആരാണ്? പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ സുരക്ഷാ വലയത്തിൽ കഴിയുന്ന കൊടും ഭീകരർ പോലും സ്വന്തം താവളങ്ങളിൽ വെച്ച് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ നിഗൂഢമായ കൊലപാതക പരമ്പരയിൽ ഇരയായിരിക്കുന്നത് പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ അൽ ബദറിന്റെ പ്രധാന പ്രവർത്തകനായ ഹംസ ബുർഹാനാണ്. പുൽവാമ ഭീകരാക്രമണ സമയത്ത് ഭീകരർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കറായി പ്രവർത്തിച്ചിരുന്ന ഇയാൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭീകര സംഘടനയ്ക്കുള്ളിലെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നുണ്ടായ ഒരു ആന്തരിക സംഘർഷത്തിലാണ് ബുർഹാൻ കൊല്ലപ്പെട്ടത്. ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് തീവ്രവാദ സംഘടനകൾക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും അധികാര തർക്കങ്ങളിലേക്കുമാണ്. ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കപ്പെടുമ്പോഴും വരവ് നിലയ്ക്കുമ്പോഴും നിലനിൽപ്പിനായി പരസ്പരം പോരടിക്കാൻ ഈ സംഘടനകൾ മടിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ഹംസ ബുർഹാന്റെ മരണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ വർഷം ആദ്യം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അമീർ ഹംസയും സമാനമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 1980കളിൽ ഹാഫിസ് സയ്യിദിനൊപ്പം ചേർന്ന് ലഷ്കറിനെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇയാളെ അമേരിക്ക പ്രത്യേകമായി ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലാഹോറിലെ തിരക്കേറിയ ഒരു ന്യൂസ് ചാനൽ ഓഫീസിന് പുറത്തു വച്ചാണ് അജ്ഞാതരായ തോക്കുധാരികൾ അമീർ ഹംസയ്ക്ക് നേരെ വെടിയുതിർത്തത്. അതീവ സുരക്ഷാ മേഖലയിൽ പോലും ഈ ഭീകരർക്ക് രക്ഷയില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഈ കൊലപാതകം നൽകിയത്. ആക്രമണം നടത്തിയ ശേഷം ആക്രമികൾ വളരെ എളുപ്പത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. 2023 മുതലാണ് ഈ കൊലപാതക പരമ്പരകൾ ഒരു കൃത്യമായ പാറ്റേൺ കാണിക്കാൻ തുടങ്ങിയത്. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവൻ പരംജിത് സിംഗ് പജ്വാർ ലാഹോറിൽ പ്രഭാത സവാരിക്കിടെ വെടിയേറ്റ് മരിച്ചത് വലിയ വാർത്തയായിരുന്നു. ആക്രമണം നടത്തിയ ശേഷം ആക്രമികൾ അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. 2023 മുതലാണ് ഈ കൊലപാതക പരമ്പരകൾ ഒരു കൃത്യമായ പാറ്റേൺ കാണിക്കാൻ തുടങ്ങിയത്. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവൻ പരംജിത് സിംഗ് പഞ്ച്വാർ ലാഹോറിൽ പ്രഭാത സവാരിക്കിടെ വെടിയേറ്റ് മരിച്ചത് വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളുടെ പൂർണ്ണ സംരക്ഷണമുള്ള വ്യക്തിയായിരുന്നു പഞ്ച്വാർ. ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന മുഫ്തി ഖൈസർ ഫാറൂഖ് കറാച്ചിയിലാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. 2016 പത്താൻകോട്ട് വ്യോമസേന താവള ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായ ജെയ്ഷ് ഇ മുഹമ്മദ് കമാൻഡർ ഷാഫിസ് ലത്തീഫ് സിയാൽകോട്ടിലെ ഒരു പള്ളിക്കുള്ളിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. സ്വന്തം അംഗരക്ഷകരുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് മുഖംമൂടി ധരിച്ച ആക്രമികൾ ഇയാൾക്ക് നേരെ വെടിയുതിർത്തത് എന്നത് ഈ ഓപ്പറേഷനുകളുടെ ധീരതയും കൃത്യതയും വ്യക്തമാക്കുന്നു. 2018 സഞ്ജുവാൻ ആർമി ക്യാമ്പ് ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള ലഷ്കർ പ്രവർത്തകൻ ഖ്വാജ ഷാഹിദിന്റെ മൃതദേഹം പാകിസ്ഥാൻ അധീന കാശ്മീരിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു ആ മൃതദേഹം. അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ചുമതലയുണ്ടായിരുന്ന കമാൻഡർ അക്രം ഖാൻ ഖാസി ഖൈബർ പത്തുൻഖയിൽ ബൈക്കിലെത്തിയ ആക്രമണങ്ങളുടെ വെടിയേറ്റ് മരിച്ചു. 2024 കടന്നപ്പോൾ ജമ്മു കാശ്മീരിലെ റിയാസി ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഖത്തൽ സിദ്ദി അഥവാ അബു ഖത്തൽ പാകിസ്ഥാനിൽ വെച്ച് വെടിയേറ്റു മരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം 9 നിഷ്കളങ്കരായ തീർത്ഥാടകരുടെ ജീവനെടുത്ത ക്രൂരമായ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഇയാൾ. 2025 ജെയ്ഷ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ മുഹമ്മദ് താഹിർ അൻവറും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഇങ്ങനെ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ 10-ലധികം കൊടും ഭീകരരാണ് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിലായി കൊല്ലപ്പെടുന്നത്. ഈ തുടർച്ചയായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭീകര സംഘടനകൾക്കിടയിലുള്ള ആഭ്യന്തര കലഹങ്ങളാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ വരളുകയും ഹവാല ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തീവ്രവാദ സംഘടനകൾക്കുള്ളിൽ അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള വടംവലികൾ സ്വാഭാവികമാണ്. സംഘടനകൾ പിളരുകയും ഒരു വിഭാഗം മറുവിഭാഗത്തെ ഇല്ലാതാക്കാൻ വാടക കൊലയാളികളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ പാകിസ്ഥാനിലെ അധോലോകത്ത് ഇപ്പോൾ സർവ്വസാധാരണമാണ്.
നേതൃത്വത്തിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന യുവ നേതാക്കൾ തങ്ങളുടെ പഴയ കമാൻഡർമാരെ വകവരുത്തുന്ന രീതിയും ഇതിലുണ്ട്. FATF പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള കടുത്ത ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിനായി തങ്ങൾക്കിപ്പോൾ വെറും ബാധ്യതയായി മാറിയ പഴയകാല ഭീകരരെ പാകിസ്ഥാൻ തന്നെ രഹസ്യമായി ഇല്ലാതാക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നും മറ്റും സാമ്പത്തിക സഹായം ലഭിക്കാൻ പാകിസ്ഥാന് തങ്ങളുടെ രാജ്യം ഭീകരമുക്തമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനും പഴയ രേഖകൾ നശിപ്പിക്കാനുമുള്ള ഒരു ക്രൂരമായ ക്ലീനിംഗ് പ്രക്രിയയായി ഇതിനെ കാണുന്നവരുമുണ്ട്. കാരണം ഇത്തരം അതീവ സുരക്ഷാ മേഖലകളിൽ നുഴഞ്ഞുകയറി കൃത്യം നടത്തിയ ശേഷം സുരക്ഷിതമായി രക്ഷപ്പെടുക എന്നത് ഭരണകൂടത്തിൻ്റെയോ രഹസ്യാന്വേഷണ ഏജൻസികളുടെയോ ഒത്താശയില്ലാതെ തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. പള്ളികളിലും സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടാൻ പാക് പോലീസിന് കഴിയാത്തതും അന്വേഷണങ്ങൾ എങ്ങുമെത്താതെ പോകുന്നതും ഈ സംശയത്തെ വലിയ തോതിൽ ബലപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാന ആരോപണം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യക്ക് നേരെയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പാകിസ്ഥാനിൽ കടന്നുകയറി തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കുകയാണെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും ഭരണകൂടവും പലപ്പോഴും ആരോപിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഒരു പരിഷ്കൃത രാജ്യം എന്ന നിലയിൽ അതിർത്തി കടന്നുള്ള രഹസ്യ കൊലപാതകങ്ങൾ ഇന്ത്യയുടെ നയമല്ല എന്നാണ് ഔദ്യോഗിക പ്രതികരണം. തങ്ങളുടെ മണ്ണിലെ ക്രമസമാധാന തകർച്ച മറച്ചുവെക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന വില കുറഞ്ഞ ആരോപണങ്ങൾ മാത്രമാണിതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണങ്ങൾ എന്തു തന്നെയായാലും ഈ കൊലപാതക പരമ്പരകൾ പാകിസ്ഥാനിലെ ഭീകരവാദ ഇക്കോസിസ്റ്റത്തിൽ അത്യന്തം വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപൊക്കെ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ശേഷം പാകിസ്ഥാനിലേക്ക് കടന്നാൽ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന അമിതമായ ഒരു വിശ്വാസം ഭീകരർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥ പാടെ മാറിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു വെടിയുണ്ട തങ്ങളുടെ തേടിയെത്തും എന്ന ഭയം അവരെ നിരന്തരം വേട്ടയാടുകയാണ്. സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അവർക്കിപ്പോൾ വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. പല മുൻനിര നേതാക്കളും ഇപ്പോൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കുകയും ഒളിത്താവളങ്ങൾ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇത് സംഘടനകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും റിക്രൂട്ട്മെന്റിനെയും ആശയവിനിമയ സംവിധാനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പുതിയതായി തീവ്രവാദത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യാൻ ഈ സംഘടനകൾക്ക് കഴിയാത്തത് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പരസ്പരമുള്ള വിശ്വാസമില്ലായ്മ കാരണം നിരവധി ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ ഈ അജ്ഞാത തോക്കുധാരികൾ ദക്ഷിണേഷ്യൻ സുരക്ഷാ കാര്യങ്ങളിൽ പുതിയതും നിർണായകവുമായ ഒരു അധ്യായമാണ് തുറന്നിരിക്കുന്നത്. ഇതൊരു കേവല ഗ്യാങ്മാറിന്റെ ഫലമാണെങ്കിലും രാജ്യാന്തര തലത്തിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളാണെങ്കിലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്: ഭീകരർക്ക് ഇനി എവിടെയും സുരക്ഷിതമായ ഒരിടമില്ല. ഇന്ത്യയെ രക്തത്തിൽ കുളിപ്പിക്കാൻ പദ്ധതിയിട്ടവർ ഇന്ന് സ്വന്തം നാട്ടിൽ സ്വന്തം ആളുകൾക്കിടയിൽ ജീവൻ ഭയന്ന് കഴിയേണ്ടി വരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവ വികാസങ്ങളെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ഭീകരവാദത്തെ ഭരണകൂട നയമായി പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനുള്ള കനത്ത പ്രഹരമായാണ് ഈ കൊലപാതകങ്ങളെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. നാളെയുടെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഒരുങ്ങുന്ന ലോകത്തിന് ഭീകരവാദത്തിനെതിരെയുള്ള ഈ അദൃശ്യ പോരാട്ടം നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കരങ്ങൾ ആരുടേതാണെങ്കിലും അത് കാലങ്ങളായി ഇന്ത്യ അനുഭവിച്ച ദുരിതങ്ങൾക്കുള്ള ഒരു കാവ്യനീതിയായി പരിണമിക്കുകയാണ്. തീവ്രവാദം എന്നത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭീകര സത്യമാണെന്നും അതൊടുവിൽ അതിനെ വളർത്തുന്നവരെ തന്നെ വിഴുങ്ങുമെന്നുമുള്ള യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തിന് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. വിതച്ചതേ കൊയ്യൂ എന്ന ആപ്തവാക്യം അക്ഷരാർത്ഥത്തിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.